എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇങ്ങനത്തെ തീരുമാനം ഞാൻ പലപ്പോഴും എടുക്കാറുണ്ടെങ്കിലും വിഷ്ണു എൻ്റെ ഒപ്പം നിൽക്കാറില്ല. പക്ഷെ ഇത്തവണ എന്തോ ഒരു ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക് ഞാനെടുത്ത തീരുമാനത്തിൻ്റെ ഒപ്പം വിഷ്ണു നിന്നത്. അതായത് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ് കേട്ടോ. ചെറിയ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ട്രിപ്പ്. കുറേ കാലമായി ഞാനും വിഷ്ണുവും കൂടെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പോയത് നവംബറിൽ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ്. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-7 മാസമായില്ലേ നമ്മൾ എവിടെയും പോയിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ ഒരു 3 വീക്സിൽ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് സമ്മറും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ എവിടെയും അങ്ങനെ പോകാനുള്ളൊരു ചാൻസ് പെട്ടെന്നുണ്ടാവാൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു നമുക്ക് എവിടെയെങ്കിലും പോവാം. നമ്മൾ രണ്ടുപേരും ഭയങ്കര ബിസി ആയിരുന്നു നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട്. വിഷ്ണുവിന് കുറേ ജോലി മാറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. പിന്നെ എനിക്കും എൻ്റെ മേക്കപ്പ് കോഴ്സും ഷോർട്ട് ഫിലിമും എല്ലാം കൂടെ എനിക്കും നല്ല ഹെക്ടിക് സ്കെഡ്യൂളായിരുന്നു. അപ്പോൾ ഒരു ഫാമിലി ലൈഫാകുമ്പോൾ നമ്മൾ രണ്ടുപേരും നമ്മുടെ പേഴ്സണലും കരിയർ കാര്യങ്ങളും മാത്രം നോക്കിയാൽ പോരല്ലോ. നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ടൈം വേണം, നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷ്ണു നമ്മൾ കുറേ കാലമായി നമ്മൾ പോയിട്ട് നമുക്കൊന്ന് ഇങ്ങനെ പോയാലോ. കാരണം ഞാനിനിയൊരു 2-3 ആഴ്ചയിൽ ഇന്ത്യയിൽ പോകും. പിന്നെ ഏകദേശം ഒരു 40-45 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. ഇത്തവണ ഇന്ത്യയിലൊരു വലിയ വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷ്ണു ഭയങ്കര വില്ലിങ് ആയിരുന്നു. പെട്ടെന്ന് ലീവ് എടുത്തു. 2 ദിവസത്തെ നമുക്കിവിടെ ബെൽജിയത്ത് ബ്രൂഷ് അല്ലെങ്കിൽ ബ്രൂക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ ബുക്ക് ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് കുളിച്ചു, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഞാൻ എൻ്റെ പോകാനുള്ള ഡ്രസ്സ് ഒന്നിട്ട് ഈ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്മളിന്ന് ബെൽജിയം ബ്രൂഷിൽ പോവുകയാണ്. ബെൽജിയത്ത് ഞാൻ ബ്രുസൽസിൽ പോയിട്ടുണ്ട്, ഹെൻറ്റിൽ പോയിട്ടുണ്ട്. ബ്രൂഷിൽ പോകുക എന്നുള്ളത് കുറേ തവണ ബ്രൂഷ് എന്നാണോ ബ്രൂക്സ് എന്നാണോ പറയുക എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ രണ്ടും പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോകണം എന്നുള്ളത് ഞാനും വിഷ്ണുവും ഗീതുവും പ്രതുവും കൂടെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇത്തവണ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഒരു 2.5-3 മണിക്കൂറാണ് ബ്രൂഷിലോട്ടുള്ളത്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഞാൻ റെഡിയായി. വിഷ്ണു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് കളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ കാര്യമായിട്ട് പാക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് രാത്രി നാളത്തെ ഒരു ഡേയും നാളെ ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു ബാഗിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്യാം. ഞാൻ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം ഒന്നെടുത്ത് സെറ്റിൽ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അതാണ് എല്ലാ ബാഗ്സും താഴെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഞാനൊരു കഥ പറയട്ടെ. വിഷ്ണു TCSൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒട്ടും ലീവ് എടുക്കാഞ്ഞിട്ട് ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ TCSന്ന് വിഷ്ണുവിനൊരു മെയിൽ വന്നു. നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല ഫാമിലി ലൈഫും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവസാനം ഇപ്പോൾ ലാസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ജോലി മാറുന്ന സമയത്തും ഒരുപാട് ലീവ് ഉണ്ടായിരുന്നു കേട്ടോ വിഷ്ണുവിൻ്റെ കയ്യിൽ ഉപയോഗിക്കാത്തത്. അതൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ കളഞ്ഞു. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നേ. ഞാൻ എപ്പോഴും ഫുൾ ലീവ് ഒരു കൊല്ലത്തെ കൃത്യമായ ഒരു കൊല്ലം തന്നെ ഉപയോഗിക്കുമായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോയപ്പോൾ ഒരു കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. തൽക്കാലം ഇവിടെ പാക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും വിഷ്ണുവും 2 ബാഗിലാണ് പൊതുവെ പാക്ക് ചെയ്യാറ്. കാരണം എനിക്ക് കാര്യങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. വിഷ്ണുവിന് എത്തിയ ഉടനെ, അതായത് നമ്മൾ ഹോട്ടലിലൊക്കെ എത്തിയ ഉടനെ കാര്യങ്ങളെടുത്ത് വാരി വലിച്ചിട്ട് പരത്തിയിടും. അത് ഒന്ന് ശരി ഒന്ന് തെറ്റൊന്നുമില്ലല്ലോ. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, വിഷ്ണുവിന് അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ തീരുമാനിച്ചതായിരുന്നു നമ്മളിനി 2 ബാഗിലാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ 2 പേർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ബാഗിൽ പാക്ക് ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വീട് അവസാനം പൂട്ടി ഇങ്ങോട്ട് ഇറങ്ങുന്നൊരു സമയമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഞാൻ ഒരു പോയിന്റിൽ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ആകെ മൊത്തം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സമയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലഗേജൊക്കെ പാക്ക് ചെയ്ത് വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടോ. കാറ് ചാർജ് ചെയ്യാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കാർ എടുത്തിട്ട് വേണം പോവാൻ. എത്ര ഷോർട്ടായിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കുണ്ടല്ലോ ഭയങ്കര ടെൻഷനാണ്. അതായത് എനിക്ക് തോന്നുന്നു വീട് ലോക്ക് ചെയ്ത് ഇറങ്ങുക എന്ന് പറഞ്ഞ സീൻ എനിക്കൊരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു മൊമെൻ്റാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി. വിഷ്ണു ദേ ഫ്രണ്ടിൽ ലഗേജൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. കാറെടുത്ത് നമുക്ക് പോവാം. ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂർ ഡ്രൈവാണുള്ളത്. ഇന്ന് നല്ല വെതറാണ് കേട്ടോ. ഞാൻ ഒരു ഡെനിമിൻ്റെ ഡാങ്ക്രീസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ചൂടെടുക്കുന്നുണ്ട്. പക്ഷേ നോക്കി നോക്കാം, നല്ല വെതറാണെന്ന്. ട്രിപ്പൊക്കെ പോകുമ്പോൾ ആര് ഡ്രൈവ് ചെയ്യണം എന്നുള്ള വലിയ അടിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. കാരണം എനിക്കൊരു 1.5-2 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്താൽ തന്നെ എനിക്ക് ഭയങ്കര ബോറടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ലോങ് ഡ്രൈവ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിഷ്ണുവിനെ ഡ്രൈവ് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. എത്ര മണിക്കൂറാണുള്ളത്? 3 മണിക്കൂറുണ്ടല്ലേ. നമ്മൾ 1:30 ആകുമ്പോഴാണ് നമ്മൾ ബ്രൂഷ് എത്തുന്നത്. എത്തിയ ഉടനെ നമ്മൾ ലഞ്ച് കഴിക്കുന്നു. ഓൺ ദ വേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചെറുതായിട്ട് കഴിക്കുന്നു അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം.
വേണ്ട, സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. ഏകദേശം അരമണിക്കൂറോളം ട്രാവൽ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് 2 മണിക്കൂർ 18 മിനിറ്റ് ആണ് ബ്രൂഷ് എന്താ വിഷ്ണു റൈറ്റ് പ്രൊണൗൺസിയേഷൻ, ബ്രൂഷിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് ലീവ് എടുക്കാന്ന് പറയുമ്പോൾ താൻ പെട്ടെന്ന് ലീവ് എടുത്തിട്ട് ഈ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചത്? അപ്പോൾ നമ്മൾ ഏകദേശം 1:45 കൂടെയാണ് അവിടെ എത്തുന്നത് കേട്ടോ. നമ്മളങ്ങനെ ഭയങ്കര പ്ലാനൊന്നും ചെയ്തിട്ടില്ല, എന്താണ് ചെയ്യാൻ വേണ്ടി പോണത്, എന്തൊക്കെയാണ് കാണാൻ വേണ്ടി പോണത് എന്നുള്ളതൊന്നും. ബ്രൂഷ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ 1-2 വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴും പിന്നെ ബാക്കി വായിച്ചു നോക്കിയപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ആലപ്പുഴ പോലെയുള്ള ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബോട്ടിങ് എന്തായാലും എടുക്കാം, പക്ഷെ വേറെ എവിടെ ഇങ്ങനെ കാര്യമായിട്ട് പോകുന്നുള്ള പ്ലാനൊന്നും ഇതുവരെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മെയിൻലി എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു 3 hours ഡ്രൈവ്, ഒരു സ്റ്റേ, ഒരു ചേഞ്ച് ആണല്ലോ നമ്മുടെ ഈ ഒരു യൂഷ്വൽ റുട്ടീനിൽ നിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രൂഷ് എത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ ഓൺ ദ വേ നമുക്ക് എന്തെങ്കിലും നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കണം, എന്തെങ്കിലും കഴിക്കണം. ഇത്ര നേരം ഒന്നും വെറുതെ ഇരിക്കാൻ പറ്റില്ല. വിഷ്ണു പൊതുവേ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഞാനാണെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് അത്യാവശ്യം നല്ലോണം നിർത്താതെ സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ടിട്ട് ഇന്ന് വരെ നമുക്ക് വിഷയദാരിദ്ര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇഷ്ടം പോലെ ടോപ്പിക്കാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. 3 മണിക്കൂർ ഡ്രൈവിൽ ഞങ്ങളൊരു 3 മണിക്കൂർ സംസാരിച്ചിരിക്കും. പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേയൊക്കെ ഉണ്ടല്ലോ ഞാൻ കാറ് കയറി ഉടനെ ഉറങ്ങുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ വിഷ്ണുവിനായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാനും വിഷ്ണുവും കൂടെ ഒറ്റയ്ക്കുള്ളപ്പോൾ വിഷ്ണു എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. അതെനിക്ക് കുറച്ച് ടഫായിട്ടൊരു കാര്യമാണ്. അങ്ങനെ ബെൽജിയം കയറിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 23 മിനിറ്റിൽ നമ്മൾ ബ്രൂഷ് എത്തുന്നതാണ്. എത്തിയ ഉടനെ ഭക്ഷണം കഴിക്കാം. എന്താ അല്ല പറയുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിന്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി നേരത്തെ ഞാൻ കോള് കട്ട് ചെയ്തത്, നേരത്തെ ഞാൻ വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ 15 മിനിറ്റിലെത്തും. നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊന്നും കാര്യമായിട്ട് വഴിയിൽ നിർത്തി കഴിച്ചില്ല, നമ്മൾ ഒരൊറ്റ പോക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഞാനൊരു നല്ല റിവ്യൂ നോക്കിയിട്ടുള്ള ഒരു പോളിഷ് കപ്പ് നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഭയങ്കര റിവ്യൂ റേറ്റിംഗ് ഒക്കെയുള്ള. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിതേ ബ്രൂക്സ് എത്തിയിട്ടോ. എനിക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ഭയങ്കര വ്യത്യാസം വന്ന പോലെയും ചെറിയൊരു ആംസ്റ്റർഡാം ഫീൽ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടോ. നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സ്പോട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ ചാർജ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മളിവിടെ വന്ന ലൊക്കേഷനിലുണ്ടല്ലോ നല്ലൊരു കിഡ്ലൻ പാർക്ക്, ഒരു ചേർച്ചും ഉണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന വിചാരിക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലുള്ള ഒരു പാർക്ക്. അധികം നമ്മൾ 4 പേരും കൂടെയാണ് ട്രിപ്പ് പോകാറ്, ഞാനും വിഷ്ണുവും ഗീതും വ്രതവും കൂടെ. അപ്പോൾ അധികം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാറ് ഗീതുവാണ്. ഏത് റെസ്റ്റോറൻ്റാണ് നല്ലത് അങ്ങനെയൊക്കെ. ഇത്തവണ ഗീതു ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട്, നല്ലതാവോ അല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല റിവ്യൂ ഒക്കെ കാണാനുണ്ട് കേട്ടോ. 3 മണി വരെ ഇവർ ഓപ്പൺ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമ്മളെത്തിയപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്ന ഏരിയ നല്ലതാട്ടോ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് പോകാം. തൊട്ടടുത്ത് തന്നെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ സ്റ്റാർട്ടറായിട്ടൊരു ചീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ബെൽജിയം ഫുഡിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡയലോഗാണ് കേട്ടോ. ബെൽജിയം ഫുഡ് ജർമ്മൻ ക്വാണ്ടിറ്റിയിലും ഫ്രഞ്ച് ക്വാളിറ്റിയിലുമാണ് സെർവ് ചെയ്യുക എന്നുള്ളത്. അതായത് പൊതുവേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്, നല്ല ക്വാണ്ടിറ്റിയിൽ അവർ സെർവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണു സ്റ്റേക്കാണ് പറഞ്ഞത്, ഞാനൊരു ഹാഫ് ചിക്കനാണ് പറഞ്ഞത് കേട്ടോ. ഇത് മുഴുവനൊന്നും കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് കുറച്ച് വിഷ്ണു കഴിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ ആ ഒരു വേവ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബില്ലൊക്കെ കിട്ടി വിഷ്ണുവിന് സംതൃപ്തി അടങ്ങി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ ഗംഭീരമായ ഒരു കാൽക്കുലേഷനൊക്കെ ശേഷം നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി എന്താ ചെയ്യാന്ന് അറിയില്ല, നമ്മൾ ചുമ്മാ ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് കുറച്ച് നേരം അതിൻ്റെ അകത്തിരുന്നപ്പോഴേ ഞാൻ ഇന്ന് രാവിലെ വേറൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. തട്ടി സ്കിൻ ഭയങ്കര ഓയിലി ആയതുപോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇത് പുതിയൊരു ബ്ലഷാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് എൻ്റെ പുതിയ ബ്ലഷ്. എൻ്റെ ബ്ലഷ് നോക്കിയതാണോ? അപ്പോൾ നമുക്ക് ചുമ്മാ ഇനി ഇവിടെ നടക്കാം. ആംസ്റ്റർഡാം പോലെ തന്നെ ബ്രൂക്സിലെ ബോട്ടിംഗ് ഭയങ്കര പോപ്പുലറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ബോട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറേ ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടൊരു സ്ഥലത്ത് തന്നെ കയറിയേ. പക്ഷേ എനിക്ക് അവരുടെ മൊത്തത്തിലുള്ള കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ബ്രൂഷ് വരെ വന്നതല്ലേ, നമ്മളൊരു ചെറിയ ബോട്ടിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 20 മിനിറ്റ്സാണ് ഇവിടെ വെയിറ്റിംഗ് വരുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് ബോട്ടിൽ കയറാം. ഒരു വർക്കിംഗ് ഡേ ഉള്ള തിരക്കാണ് കേട്ടോ ഇത്.
അയ്യോ അത് മറന്നു. വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോഴും ഇവിടെ ഇപ്പോൾ പിള്ളേരൊക്കെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്നു. അതിൻ്റെ ഒരു റഷും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ടൗണിൽ. പിന്നെ നേരത്തെ ഞാൻ ഘോരമായി അടിച്ചു വിടുന്നുണ്ടായിരുന്നില്ലേ എൻ്റെ മോയ്സ്ചറൈസർ മാറ്റി ബ്ലഷ് ആണെന്നുള്ളതൊക്കെ. അതൊന്നും ആയിരുന്നില്ല. എനിക്ക് സണ്ണിൻ്റെ അലർജി ഉണ്ട് മുഖത്ത്. എൻ്റെ 2 കവിളും ഫുൾ റെഡായിട്ട് ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടെ വേഴ്സായി. പിന്നെ ഇപ്പം ഞാനിങ്ങനെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കേട്ടോ. അതോടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ ബോട്ട് വന്നു. നമ്മളതിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ബോട്ടല്ല കേട്ടോ, ഇത് നമ്മുടെ തൊട്ട് മുന്നേയുള്ള ബോട്ടാണ്. വിഷ്ണുവിന് ക്ഷമ എന്ന് പറഞ്ഞ സാധനം അടുത്തു കൂടെ പോകാത്ത ആളാണുണ്ടോ വിഷ്ണു? എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഉള്ളിൽ എത്ര ആൾക്കാർ കയറുന്നു. അതിന് ശേഷം ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്നുള്ള എണ്ണും പിന്നെ എത്ര ബോട്ടുണ്ടെന്നുള്ള എണ്ണും. അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ക്ഷമയ്ക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല വിഷ്ണു കണ്ടോ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇവിടെ വേറെ കാൽക്കുലേഷൻ ആണ് കേട്ടോ. നമുക്കൊരു ടിക്കറ്റിന് 15 യൂറോ ആണ്. അപ്പോൾ എത്ര പേര് അതിൽ കയറുന്നുണ്ട്, അപ്പോൾ ഒരു ബോട്ടിൽ എത്ര പൈസയാണ് കമ്പനി ഉണ്ടാക്കുന്നത്. അതാണ് വിഷ്ണുവിൻ്റെ കാൽക്കുലേഷൻ. എന്താല്ലേ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ബോട്ട് കയറിയിരിക്കുന്നു, സ്ഥലം കാണാം, അത്ര മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഒരാൾ ടിക്കറ്റിന് 15 യൂറോ വരുന്നത് അത്രയായിരുന്നു എൻ്റെ ചിന്ത. വിഷ്ണുവിൻ്റെ ചിന്ത എത്രയാണ് ഒരു ബോട്ട് ഉണ്ടാക്കുന്ന പൈസ. അതിന് പെട്രോളിന് എത്ര വരും വിഷ്ണു റൗണ്ട് അടിക്കാൻ? 32 പേര് കയറിയോ? അപ്പോൾ 32 × 15 യൂറോ ആണ് അവരുടെ ഒരു ബോട്ടിൽ. അത് 20 മിനിറ്റ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അതെ, ഭയങ്കര ലാഭം. പക്ഷെ അവർക്ക് എംപ്ലോയീസ് ഒക്കെ അല്ലേ, അവർ ചെയ്യട്ടാ. നമുക്ക് 20 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. ഒരു 10 മിനിറ്റിൽ തന്നെ നമ്മുടെ ബോട്ട് ഇത് എവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ക്യൂ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. 35 മിനിറ്റാണ് കേട്ടോ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ബോട്ട് റൈഡ് വരുന്നത്. അത് നമ്മുടെ ബ്രൂക്സിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു അടിപൊളി ബോട്ട് റൈഡാണ്. ആംസ്റ്റർഡാമിൽ 2-3 തവണ ഈ ഒരു ബോട്ട് റൈഡൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചെയ്യണമെന്നുള്ളത്. ആംസ്റ്റർഡാമിലും ഭയങ്കര മസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ബോട്ടിങ്. പക്ഷേ ഞാൻ 2-3 തവണ ചെയ്തിട്ട് എനിക്കത്ര ഭയങ്കര വാവായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല, ടു ബി ഹോണസ്റ്റ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഒരു ബോട്ട് റൈഡ് എടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത് ഓപ്പൺ ബോട്ടാണ്. ആംസ്റ്റർഡാമിൽ അധികം ടൂറിസ്റ്റ് ബോട്ടൊക്കെ ക്ലോസ്ഡ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനും വിഷ്ണു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ കാണിച്ചില്ലേ അവിടെ നമ്മൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്, അത് ഭയങ്കര കുട്ടി ബ്രിഡ്ജാണ് കേട്ടോ. നമ്മളധികം ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോഴും നമ്മൾ കുറച്ചൊന്നിങ്ങനെ താഴ്ന്നിരിക്കണം, അല്ലെങ്കിൽ തലയൊക്കെ ചെറുതായിട്ട് തട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. ഗുഡ് ഡിസിഷനായിരുന്നു ബോട്ട് റൈഡ് എടുക്കുക എന്നുള്ളത്. നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ പറയായിരുന്നു, നമ്മളിപ്പോൾ പോകുമ്പോൾ ചുറ്റും വിൻഡോസ് കാണുന്നില്ലേ വീടുകളൊക്കെ. മുന്നത്തെ കാലങ്ങളിൽ ഈ ഓരോരോ വിൻഡോസിനും സൺലൈറ്റ് വരുന്ന ഓരോരോ വിൻഡോസിനും അവർ ടാക്സ് പേ ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ ഹോട്ടൽ കണ്ടത് കേട്ടോ. ഇത് വളരെ യാദൃശികമായി കണ്ടതായിരുന്നു. ഈ കാണുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഇതിൽ ഏതോ റൂമിലാണ് നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. എന്താല്ലേ, നമ്മുടെ ഹോട്ടൽ ടൗണിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് മുന്നേ പാരീസിലൊരു ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റിയായിരുന്നു. കുറച്ച് മാറി ബുക്ക് ചെയ്തു. അതിനുശേഷം എപ്പോഴും നമ്മൾ നോക്കുന്നൊരു കാര്യമാണ് ടൗണിലാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് സെൻട്രൽ പോയിന്റിലാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൈഡിലെ ഏറ്റവും കുട്ടി ബ്രിഡ്ജ്. അപ്പോൾ നമ്മളോട് തല തട്ടാതെ സൂക്ഷിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഇരുന്നാലും തലയൊന്നും തട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ വിഷ്ണുവിന് ഇങ്ങനത്തെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. വിഷ്ണു താഴ്ന്നിരിക്കും, എന്നെയും പിടിച്ച് താത്തും. Please, attenzione alla cabeza, faites attention à la tête. Ay, caramba. So over here on the right hand side. ശരിക്കും അത്ര പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തലയൊന്നും അങ്ങനെ തട്ടൊന്നുമില്ലായിരുന്നു. കുറച്ചും കൂടെയൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടെയൊക്കെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഈ ഒരു സമ്മേളനം ഞാൻ കണ്ടു കേട്ടോ. ഇത്ര അധികം എന്താ പറയുക, അരയന്നത്തിനെയും താറാവിനെയും ഞാൻ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടല്ലോ ഒരു സുഖമില്ലാത്തൊരു ഫീലിംഗ് ആണ് വന്നത്. എന്തായാലും നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞു. നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഗ്ലാസ് എന്താ എപ്പോഴും ഇട്ടിക്കണേ അറിയോ? എൻ്റെ മറ്റേ കണ്ണട കാറിലാണ്. എനിക്ക് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പവറുള്ളതുകൊണ്ട് ഇത് വേണം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ബോട്ട് റൈഡായിരുന്നു. അടിപൊളിയായിരുന്നു. എങ്ങനെയായിരുന്നു വിഷ്ണു? ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാം. എങ്ങനെയായിരുന്നു ബോട്ട് റൈഡ്? ബോട്ട് റൈഡ് നന്നായിരുന്നു. അല്ലേ, വേറൊരു ഡിഫറൻസ്. 35 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ആംസ്റ്റർഡാമിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ
ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇത്ര നേരം ബ്രൂഷ് എന്നൊക്കെ പറഞ്ഞു. ഇവർ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലാണോ പറയേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർ പറയണത് എന്താ, ബ്രൂജസ്, അങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു, ബ്രൂജസ്. ഇവിടെയാണ് നമ്മുടെ ബോട്ടിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ്. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. നമ്മുടെ ടൗൺ സെൻറ്ററിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. നമുക്കിനി നമ്മുടെ എന്താ പറയുക, ബെൽജിയം വോഫിൾസ് ഒക്കെ കഴിക്കാനുണ്ട്. പക്ഷെ അതിന് മുന്നേ നമുക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഹോട്ടലിന് പാർക്കിംഗ് ഉണ്ടോ വിഷ്ണു? ഓക്കെ, നമ്മൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു. ഇനി കാർ എടുത്തോളം നമുക്കിവിടെ പാർക്ക് ചെയ്യണം. അതിന് മുന്നേ ഒരു ബെൽജിയം വോഫിൾ കഴിക്കാമെന്ന് വിചാരിച്ചു. മധുരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ബെൽജിയം വരെ വന്നിട്ട് വോഫിൾ കഴിച്ചതെങ്കിലും മോശമല്ല. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഹോട്ടലിൻ്റെ ഭാഗമായിട്ട് തന്നെ വോഫിൾസ് സെല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊരു റോങ് ഡിസിഷനായി പോയി ഇവിടുന്ന് വാങ്ങിച്ചത്. ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കി കഴിച്ചാൽ മതിയായിരുന്നു. പടയെന്ന് പറഞ്ഞ് ഇവിടുന്ന് വാങ്ങി കഴിച്ചു. കഴിക്കുന്നതിൽ വലിയ ടേസ്റ്റായി കാണിക്കുന്നുണ്ടെങ്കിലും അത്രയൊന്നുമില്ല കേട്ടോ. വല്ല പൊറോട്ടയിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രോബെറി നല്ലതായിരുന്നു. നമ്മളങ്ങനെ വോഫിൾ കഴിച്ചു. ഇനി കാറിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. നമുക്ക് കാറ് ഫുൾ ചാർജ് ആയിട്ട് നമ്മളവിടെ ചാർജ് ചെയ്തിട്ടിരിക്കുകയായിരുന്നല്ലോ. കാറെടുത്ത് ഹോട്ടലിൻ്റെ അവിടെ പാർക്ക് ചെയ്ത് നമുക്കിനി കുറച്ചും കൂടെ നടക്കാൻ സമയം 5 മണിയായിട്ടേ ഉള്ളൂ. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമുക്കിനി പോയി കിടന്ന് സുഖമായി ഉറങ്ങാം, നാളെ വെല്ലം എണീക്കാം. ഇന്നലെ രാത്രി നമ്മുടെ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നലെ രാത്രി ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നല്ലോണം. എനിക്ക് 7 മണിക്കൂർ ഉറക്കം ഒരു ദിവസം വളരെ നിർബന്ധമാണ്. അടുപ്പിച്ച് കിട്ടണമെന്നില്ല, ഇടയിലിടയിൽ എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി. നമ്മളിതേ വണ്ടർ എടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ നമ്മൾ വന്ന് പാർക്ക് ചെയ്തപ്പോഴേ പറഞ്ഞില്ലേ ഒരു കുട്ടി പാർക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് പോകാൻ വിചാരിച്ചു. മഴ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒരു ചെറിയ ആഗ്രഹം പാർക്കിലൊന്ന് പോകാൻ. അപ്പോൾ പാർക്കിലൊന്ന് പോയി നടന്നു വന്നതിന് ശേഷം നമുക്ക് പോവാം. ഭയങ്കര ഗംഭീരമായൊരു പാർക്കൊന്നും അല്ല കേട്ടോ, ഒരു കുട്ടി പാർക്ക്. നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അധികം തണുപ്പൊന്നുമില്ല, ചെറിയൊരു മഴക്കോളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നടക്കാനൊരു ചെറിയ രസം. ഞാനിങ്ങനെ ഈ റോഡല്ല അതിൻ്റെ അപ്പുറത്തെ റോഡ് വഴി നമ്മളിവിടെ വന്നിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വഴി വരുമ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കുറച്ചിങ്ങനെ നമുക്ക് എന്താ പറയുക പാർക്ക് പോലെ, അതായത് ജിംനാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കണ്ടു. അപ്പോൾ അവിടേക്കാണ് എനിക്ക് ലക്ഷ്യമുള്ളത്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമാണ്. അവിടെ പോയി നമുക്ക് പടച്ച് കയറാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. കുറച്ചൊന്ന് എന്താ പറയുക വിജൃംഭിച്ച് പോയി ഞാൻ പറഞ്ഞപ്പോൾ. ഇത് കുഞ്ഞു പിള്ളേർ കളിക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഞാൻ റോഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ചും കൂടെ നമുക്കും കൂടെ പറ്റുന്നതായിരുന്നു. അതിൽ ചിലതൊക്കെ നമുക്ക് രസം ഉണ്ടാവും എന്നൊക്കെ തോന്നണം. ആ കമാൺ ബൈ. അപ്പോൾ യോഗല്ലേ അമ്മണി, അപ്പോൾ ആയണ്ട് മടക്കിക്കോളാം. നമ്മളങ്ങനെ മുകളിൽ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്, അവിടെ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഈ ഒരു ബാഗ് ഞാൻ അന്ന് വാങ്ങിയതിന് ശേഷം കിടിലായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല TK Maxx ഞാൻ 20 യൂറോസിന് എന്തോ ആണ് വാങ്ങിയത്. പക്ഷെ കിടിലമാണ്. ഞാൻ മേക്കപ്പ് ക്ലാസ്സിന് പോകുമ്പോൾ എക്സ്ട്രാ പ്രൊഡക്ട്സോ ഫോട്ടോഷൂട്ടോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകാൻ. പിന്നെ ഇപ്പോൾ നമ്മളൊരു ദിവസം ട്രിപ്പിന് വന്നപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും എല്ലാ ലഗേജും അതിൽ കൊണ്ടുപോകും അല്ലേ വിഷ് ബോയ്? കിടിലം ബാഗല്ലേ? അന്ന് വാങ്ങിയപ്പോൾ പുച്ഛിച്ചായിരുന്നു. എന്ത് നോക്കുന്നത്? നോക്കായില്ലേ? അത്യാവശ്യം നല്ല മഴയായിട്ടുണ്ട്. ഞാൻ ഈ വേഷത്തിലൊരു ഫോട്ടോ എടുത്ത് തരാൻ വിഷ്ണുവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പറയുന്നതാണ്. അങ്ങനൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നീ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്ങാണ് ഞാൻ വന്നിട്ട് നോക്കിയത് കേട്ടോ. 8 മണി തൊട്ട് 10 വരെയാണ്. നാളെയും മഴയാണെന്നാണ് പറയണേ അല്ലേ? നാളെയും മഴയാണ്. വിഷ്ണു ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാണ്. എനിക്കൊന്ന് റൂം കിട്ടിയാൽ മതിയെന്നായി. ഞാൻ പറഞ്ഞെങ്കിൽ ചെറിയൊരു ഓക്കർഷനും ബാക്കിയുണ്ട്. ഒരു അരമണിക്കൂർ എന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഓൺ ആവും. അല്ല വിഷ്ണു? അപ്പം പറയുകയാണ് ഇവരെന്താ എന്നെ ദത്തെടുക്കാൻ പോവുകയാണോ? ഇത്രയും വലിയൊരു ഫോം ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഡയലോഗായിരുന്നില്ല, വിഷ്ണുവിൻ്റെ ഡയലോഗായിരുന്നു. ഫോമൊക്കെ ഫില്ല് ചെയ്ത് ചട്ടിയും വട്ടിയും പെട്ടിയെടുത്ത് നമ്മളിതേ റൂമിലോട്ട് പോവുകയാണ്. നമ്മൾ ഇതേ ഇവിടെ റൂമിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത റൂമാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അതെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അവൈലബിൾ ആയിട്ടുള്ള റൂം നമ്മൾ അത്യാവശ്യം ടൗണിൽ തന്നെ വരുന്ന രീതിയിൽ എടുത്തായിരുന്നു കേട്ടോ. പൊളിക്കുകയോ ഒക്കെ കേട്ടെ കളിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഒരു ചെറിയ റൂമാണ്. നമ്മുടെ കട്ടില്, ഒരു ചെറിയ വാർഡ്രോബും പിന്നെ ഒരു ബാത്റൂം കം ടോയ്ലറ്റും ഉണ്ട്.
അപ്പോൾ ഇത് ടൗണിൻ്റെ നടുവ് തന്നെയുള്ളൊരു റൂമാണ് കേട്ടോ. ആരെങ്കിലും ബ്രൂഷ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രേറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേരെന്താ വിഷ്ണു? ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. നീറ്റാണോ ബാത്റൂം? ഞാൻ ഒറ്റ നോട്ടം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ആണല്ലോ. നൈഷ്. ഒരു 10-15 മിനിറ്റ് ഒന്ന് കിടന്നതിന് ശേഷം നല്ല സംസാരിക്കാം. കിടന്നതിന് ശേഷം നമ്മളിത് തിരിച്ച് ടൗണിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ലിപ്സ്റ്റിക് ഒന്ന് മാറ്റി കുറച്ച് നേരം കിടന്നു മതിയോ? നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്ക് നല്ലൊരു മഴയൊക്കെ പെയ്ത് ഇപ്പോൾ എല്ലാം ഒന്ന് ശാന്തമായിട്ടുണ്ട്. നമ്മളിതേ കാണുന്നത് ഒരു ടൗൺ സെൻറ്റർ പോലെയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ ആംസ്റ്റർഡാമിലൊക്കെ ഡാം സ്ക്വയർ കാണാറില്ലേ? അപ്പോൾ അതേപോലെ നല്ല പീസ്ഫുള്ളായി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൗൺ സെൻറ്ററാണിത്. ആ രസമല്ലേ കാണാൻ വേണ്ടി? എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം തിരക്കൊന്നുമില്ല അല്ലേ? പിള്ളേരെ കൊണ്ട് അവർ ബബിൾസ് ഉണ്ടാക്കിപ്പിക്കുന്നു കണ്ടോ? നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കുതിരസവാരി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഒരു 2 കൊല്ലം മുന്നേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, എനിമൽസിനെ ഇൻവോൾവ് ആകുന്ന ഒരു ഫൺ ആക്ടിവിറ്റീസിലും ഞാൻ ഇൻവോൾവ് ആവില്ല എന്നുള്ളത്. എത്ര കാലം പോകുന്ന അറിയില്ല, പക്ഷെ ഇപ്പം തൽക്കാലം എൻ്റെ തീരുമാനം അത് തന്നെ. ഡാം സ്ക്വയറിൽ ഇങ്ങനത്തെ നല്ല ആക്ടിവിറ്റീസ് ഉണ്ടാവാറില്ലേ കുറേ? അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി ടൗൺ സെൻറ്റർ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ബെൽഫ്രൈ ഓഫ് ബ്രൂക്സ്. ഇത് നമ്മുടെ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ വരുന്ന ഒരു ബെൽ ടവറാണ് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് യൂറോപ്പിലെ 3rd ടോളസ്റ്റ് ടവറാണ്. ഇതൊന്നും കൂടെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. ഇത് ഈ ഒരു മൊത്തം നമ്മളിങ്ങനെ ചുറ്റി വരുമ്പോൾ ഇത്രയും ഹൈറ്റിലുള്ളൊരു ടവർ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടവറിൻ്റെ മുകളിൽ വരെ നടന്ന് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ 1-2 ടവറൊക്കെ മുന്നേ കയറി കണ്ടുകൊണ്ട് എനിക്കത് വലിയ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഒരു ചെറിയ പിസ്സ കഴിച്ചു ഡിന്നറായിട്ട്. അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മൊത്തം ലുക്ക് മാറിയില്ലേ കുറച്ച് വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ? ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ടൻസ് ഓഫ് സൺലൈറ്റ് ഞാൻ റിയലൈസ് ചെയ്തത് ഇവിടെ യൂറോപ്പിൽ വന്നതിന് ശേഷമാണ്. എന്തായാലും സൺലൈറ്റിൽ നമ്മൾ ബെൽഫ്രൈ ഒക്കെ കുറച്ച് നേരം കണ്ടു നിന്ന് നമുക്കിനി മെല്ലെ ഈ ഒരു ടൗണൊന്ന് നടന്ന് കാണാം കേട്ടോ. നമ്മൾ ബോട്ടിൽ കണ്ടെങ്കിലും നടന്ന് കാണുന്ന ഫീല് ഡിഫറെൻ്റ് തന്നെയാണല്ലോ. നടക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ പുള്ളി ഉണ്ടല്ലോ ഇവിടെ കാര്യമായിട്ട് പിള്ളേർക്ക് വേണ്ടി ബബിൾസൊക്കെ ഉണ്ടാക്കി ബലൂൺസൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നൊരു ഫൺ ആക്ടിവിറ്റിയാണ്. ഫണ്ണ് തന്നെയാണ്. പക്ഷെ പുള്ളി ഇത് ചെയ്യുന്നത് പുള്ളിക്ക് കാനഡയ്ക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. സൈഡിലൊക്കെ കണ്ടോ നിങ്ങൾക്ക് അവിടെ ബോക്സസ് വെച്ചിട്ടുണ്ട് പുള്ളി പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ ലിക്വിഡ് മണി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുള്ളിക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ വിഷ്ണു പറയുന്നുണ്ടായി നാളെയും പുള്ളിനെ കാണുകയാണെങ്കിൽ വിഷ്ണു അതൊരു നിയോഗമായി കണ്ട് വിഷ്ണു പുള്ളിക്ക് എന്തായാലും പൈസ കൊടുക്കും. മഴ ഇങ്ങനെ ഉണ്ട്, പക്ഷേ എന്നാലും അതിനൊരു ചെറിയ തണുപ്പും എന്നൊരു ചെറിയ ചൂടൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു കാലാവസ്ഥ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 10 കാലമായി. അതുവരെ നമ്മൾ ഇവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ പോകാം. ഇവിടെ നിന്നൊരു 200 മീറ്റർ കഷ്ടിച്ചില്ല. അപ്പോൾ അതോടുകൂടെ ഇന്നത്തെ ഒരു ദിവസം നമ്മളോട് അവസാനിപ്പിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഡേ? ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഡേ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഭയങ്കര സ്ഥലം കാണുക അങ്ങനെയൊന്നും വന്നായിരുന്നില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞില്ലേ, നമ്മൾ രണ്ടുപേരും നമ്മുടെ ബിസി സ്കെഡ്യൂളിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു ഫാമിലി ടൈമിന് വേണ്ടി വന്നായിരുന്നു. ആൻഡ് അടിപൊളിയായിരുന്നു. നമ്മൾ രണ്ടുപേരും ഹാപ്പിയാണ്. അപ്പോൾ നാളെ കാണുന്നവരെ ഐഷു എന്നേക്ക് 8:45. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഇവിടെ നോക്കിയിട്ട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ക്യാമറ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. 10 വരെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. വെക്കേഷനിലൊക്കെ നമ്മൾ എന്തായാലും ലേറ്റ് ആയിട്ടാണ് എണീക്കുക. അപ്പോൾ 9 മണിയാണ് എണീറ്റപ്പോൾ. ഇപ്പോൾ 9:15 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ലൈഫിൽ ഒരു ലെസൺ പഠിച്ച അല്ലെങ്കിൽ ഒരു പോയിന്റ് അറിയാവുന്ന ഒരു പോയിന്റ് റിയലൈസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അതിൽ അധികം സാധനങ്ങളും. അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്തിട്ടും ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു പോയല്ലോ. അതും 10 വരെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ 9:15 എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും റിസപ്ഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു കിച്ചൺ ഡീൽ ചെയ്തിരുന്ന ആ ഒരു ലേഡി കുറച്ച് പ്രായമുള്ളൊരു ലേഡിയായിരുന്നു. ഭയങ്കര പ്ലസൻ്റായിട്ട് ബിഹേവ് ചെയ്ത് അവർ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ നിന്ന് നമുക്ക് ക്രൊസോൺസ് വാങ്ങിച്ചു കൊണ്ട് തന്നു.
അപ്പോൾ അവരുടെ ആ ഒരു ബിഹേവിയർ കാരണം നമുക്ക് കംപ്ലെയിൻ ചെയ്യാൻ തീരെ ഫീൽ ചെയ്തില്ല. നമ്മൾ രണ്ടുപേരും അവിടുന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. അവരുടെ ബിഹേവിയർ കാരണം വയറ് നിറഞ്ഞില്ലെങ്കിലും മനസ്സ് നിറഞ്ഞു. ബാഗൊക്കെ പാക്ക് ചെയ്തു. നമുക്ക് 11:30 ചെക്കൗട്ട് വരുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ കാറുടെ അടുത്ത് തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു ഇട്ടാവട്ട സ്ഥലത്താണ്. അപ്പോൾ അതിനുശേഷം നമ്മളിനി എവിടെ പോകണം? ഇവിടെ അടുത്ത് നല്ലൊരു ബ്രൂവറി ഉണ്ടോ എന്ന് പറഞ്ഞു. അവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാർക്ക് ഉണ്ടോ എന്ന് പാർക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഒരു ഏരിയയും കൂടി ഒന്ന് കടന്ന് നമ്മൾ തിരിച്ചു പോകും. ഞാൻ പറഞ്ഞത് നമ്മുടെ മെയിൻ ഉദ്ദേശം സ്ഥലം കാണുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ചൊരു ഫാമിലി ടൈം പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെന്തായാലും നമ്മൾ രണ്ടുപേരും ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ടുണ്ട്. ഇന്നും കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ പൊളിക്കും. നാളെ തൊട്ട് നമ്മൾ രണ്ടുപേരും പ്രോപ്പറായിട്ട് നമ്മുടെ വർക്കിലും കാര്യങ്ങളൊക്കെ കയറും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാം. ഇത്തവണ റെസ്പോൺസിബിൾ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ബാത്റൂമിൽ ഒരു സാധനം വെച്ച് മറന്നിട്ടില്ല. ഇവിടെ ഞാൻ ചെക്ക് ചെയ്യാന്ന് പറയുന്നതിന് താ ഒന്നും കൂടെ റീഷെയർ ചെയ്യുന്നു. ഇതേ എൻ്റെ ഒരു ഷർട്ടും വാട്ടർ ബോട്ടിലും ഇവിടെ ഉണ്ട്. ഈ സൈഡിലൊന്നുമില്ല. ഈ സൈഡിൽ എൻ്റെ ഫേസ് വാഷ് എടുക്കാനുണ്ട്. പിന്നെ ഈ ഐറ്റം എൻ്റെ ഒപ്പം വരുന്നുണ്ടോ? ആർ യു കമ്മിങ് വിത്ത് മീ ഓർ സ്റ്റേയിങ് ഹിയർ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നെങ്കിലും അവസാനം നമ്മൾ അത് ശരിയാക്കി. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. വിഷ്ണു നൈസായിട്ട് ബാഗൊന്നും എടുക്കാതെ. നല്ല മഴ. ഒരൊറ്റ നടപ്പ് അങ്ങോട്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്ത് എൻ്റെ കയ്യിൽ എൻ്റെ ജാക്കറ്റ്, കുപ്പി, ബാഗ് ഞാൻ വിഷ്ണു കൂടെ ഒക്കെ തീറി കയറുന്നുണ്ട്. നല്ല മഴയാണല്ലോ. കാറ് നമ്മൾ പാർക്ക് ചെയ്ത് തൊട്ടടുത്ത് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചു അതുവരെ പോകണ്ട, നമുക്ക് ബാഗ് തൽക്കാലം ഇവിടെ വെക്കാം. ഇവിടെ കുറച്ചു നേരം നടന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ബാഗ് എടുക്കാം. സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല മ്യൂസിയംസ് ഉണ്ട് കേട്ടോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ രണ്ടുപേരും ഭയങ്കര മ്യൂസിയം പേഴ്സൺ അല്ല. പ്രഭുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഭുവിന് പറ്റിയൊരു കാര്യമായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ ഒരു ഹിസ്റ്റോറിയം മ്യൂസിയം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഒന്ന് പോകാൻ പറ്റുമോ നോക്കാം. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. വിഷ്ണുവിന് ക്യാപ്പ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചാറ്റൽ മഴ കൊണ്ടു കഴിഞ്ഞാലേ പനി സൈനസൊക്കെ എവിടുന്നാണ് വരികയെന്നറിയില്ല. നല്ല മഴയാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനൊരു കുട വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ ഈ ടൗണിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് കാണാൻ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ആ ഫീൽ തരാം. അതിനുശേഷം നമ്മൾ ഹിസ്റ്റോറിയം മ്യൂസിയത്തിലാണ് കേട്ടോ വന്നത്. ഇവിടെ 2 രീതിയിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ മ്യൂസിയം മൊത്തം നടന്ന് കാണാനും പിന്നെ ഒന്ന് VR-ന് വേണ്ടിയിട്ട് മാത്രം. നമ്മൾ VR-ൻ്റെ മാത്രം എടുത്ത് ഇതിൽ നമുക്ക് ബ്രൂക്സിൻ്റെ ഹിസ്റ്ററി ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ കഴിച്ച നമ്മുടെ ബെൽജിയം വാഫിൾസ് അത്ര അങ്ങോട്ട് പോരായിരുന്നു. അപ്പോൾ ഇന്നൊരു വാഫിൾ കഴിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. പക്ഷെ ഭയങ്കര ഷുഗറാണ്. നമുക്കൊന്ന് ചിന്തിച്ച് തീരുമാനിക്കാം. വെക്കേഷനിൽ ആക്ച്വലി ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല അല്ലേ. ബെൽജിയം ഫുഡിനും ബിയറിനും ഒക്കെ ഭയങ്കര പോപ്പുലർ ആണല്ലോ. നിങ്ങളെന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ബെൽജിയം വാഫിൾസ്, ബെൽജിയം ബിയർ, അങ്ങനെ ഫുഡിന് ഭയങ്കര പോപ്പുലറാണ്. നമ്മളിപ്പോൾ ഇവിടെ ബിയർ ആൻഡ് വൈൻ ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള കുറേ ഗ്ലാസസും ഭയങ്കര വെറൈറ്റിയുള്ള കുറേ ബിയറൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ട്രഡീഷണൽ ബിയറാണല്ലോ. എന്താണ് വിഷ്ണു? ബ്രൂഷ് സോട്ടോ, ഒരു ട്രഡീഷണൽ ഇവരുടെ ബ്രൂക്സിലെ ബിയറാണത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ചുമ്മാ നമ്മളിങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബിയറൊന്നും എൻ്റെ ചാനലിൽ കൂടെ പ്രൊമോട്ട് ചെയ്തതല്ല കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ ബെൽജിയം വന്നു കഴിഞ്ഞപ്പോൾ ഈ കൺട്രിയുടെ ഒരു ഭാഗമായിട്ടുള്ള എല്ലാവരും പൊതുവേ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ബെൽജിയം ബിയർ. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ബോട്ട് ചെയ്തപ്പോൾ ഈ ഒരു സ്ഥലം എൻ്റെ കണ്ണിൽപ്പെട്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 3 റോല് നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലൊക്കെ ഇട നല്ല രസമുള്ളൊരു സ്ഥലം. ഇവിടുന്ന് അത് വരെ നീന്താൻ പറ്റുമോ? ഇവിടുന്ന് ആ ബോട്ട് വരെ നീന്താൻ പറ്റുമോ? പറ്റും. ഞാനും നീന്തും. എനിക്ക് കയ്യിൽ ആ സാധനം തന്നാൽ മതി. കാലടിച്ചടിച്ചടി എൻ്റെ നീന്തിങ് അത്ര നീന്തിങ് എൻ്റെ സ്വിമ്മിങ്ങും നീന്തലും കൂടെ ഒരുമിച്ചായി പോയി. എൻ്റെ നീന്തൽ അത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. കയ്യിൽ എന്തെങ്കിലും സപ്പോർട്ട് തന്നാൽ ഞാൻ കാലിൽ തുഴഞ്ഞ് അത് വരെത്തും. നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. നാളെ ഞാൻ പോകണമെന്ന് വെച്ചാലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 വീക്സ് സമ്മർ വെക്കേഷനാണ്. നാളത്തെ ക്ലാസ് ഞാൻ പോയിട്ടില്ല, കയറുന്നില്ല. നേരത്തെ ഇൻഫോം ചെയ്യാം. ഓക്കെ. എനിക്കിവിടെ വന്നിട്ട് ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര പഴയ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്. ആംസ്റ്റർഡാമിലും പഴയ കാലഘട്ടത്തിലുള്ള ബിൽഡിങ് തന്നെയാണ്. പക്ഷെ എന്നാലും ഇന്ന് നമ്മൾ കണ്ട VR-ഇല്ലേ, ആ ഒരു VR-ൽ അവർ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയ ഒരു ടൗണാണ് ബ്രൂഷ്. പാൻബോപ്പും അങ്ങനത്തെ കുറേ പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥലമാണ് ബ്രൂഷ്.
കാരണം ഒന്നാമത് ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മെയിൻ ഷിപ്പൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. മുന്നത്തെ കാലഘട്ടങ്ങളിൽ മെയിൻ ഷിപ്പ് പോർട്ടിൽ വന്നിട്ട് അവിടുന്ന് അവർ ചെറിയ ചെറിയ വഞ്ചി പോലെയുള്ള ബോട്ടുകളിലായിരുന്നു അവരിങ്ങോട്ട് സാധനം കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വേറെ വലിയ വലിയ പോർട്ടൊക്കെ വന്നപ്പോൾ ഈ ഒരു ടൗണിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു. വീണ്ടും കുറച്ച് നേരം കൂടി ഈ ഒരു ടൗണിൽ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലൊക്കെ നടന്നതിന് ശേഷം ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. തിരിച്ച് വീണ്ടും ഈ ഒരു ടൗൺ സെൻറ്ററത്ത് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ആംസ്റ്റർഡാം ചായ തോന്നി കേട്ടോ. എനിക്ക് ഈ ഒരു ബ്രൂക്സിന് പല പല ഭാഗങ്ങളിലായിട്ട് എന്തൊക്കെയൊക്കെയോ ആംസ്റ്റർഡാം ചായകൾ തോന്നുന്നുണ്ടായിരുന്നു. ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഹാഫ് ചിക്കനാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഇന്നലെ കഴിച്ചത് കുറച്ച് ഓവറായിരുന്നു എന്ന് തോന്നി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. കാര്യമായ ഷോപ്പിംഗ് അല്ല, കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ഗീതു. അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി ബാഗൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ കാറിലോട്ട്. എനിക്ക് അറിഞ്ഞൂടെ എത്ര എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. കാരണം എൻ്റെ ഫോണിൽ ഇനി 4% ചാർജേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. ഇന്നലെ ഉണ്ടായിരുന്ന പുള്ളി വിഷ്ണു, താനല്ലേ പറ ഇന്നും ആ പുള്ളി ഉണ്ടെങ്കിൽ താൻ പൈസ കൊടുക്കും പുള്ളിക്കെന്ന്. യു ഷുഡ് ഡു ഇറ്റ്, യു സെഡ് ഇറ്റ്. കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ATM കണ്ടുപിടിച്ചു കേട്ടോ. വിഷ്ണു എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഞാനൊരു മില്യനർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ ട്രിപ്പ് സ്പോൺസർ ചെയ്യുമോ കാനഡയ്ക്ക് എന്ന്. ഞാൻ പറഞ്ഞു വിത്തൗട്ട് എ ഡൗട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നു. അങ്ങനെ ഒരു 10-15 ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുത്തുവാളെടുക്കുമെന്ന് വിഷ്ണു പറഞ്ഞു കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഭയങ്കര എമ്പതിയാണ്. ഈ ഒരു ഫീലിംഗ് എനിക്ക് എപ്പോഴും എന്നെ നെഗറ്റീവ് സിറ്റുവേഷനിലാണ് കൊണ്ടുപോയി ചാടിച്ചിട്ടുള്ളൂ. എന്തായാലും ആ കഥകളൊക്കെ ഞാൻ പിന്നെ പറയാം. തൽക്കാലം നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കാം. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫോൺ ഓഫ് ആയത് കാരണം മുഴുവൻ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ് ലഗേജെല്ലാം നമ്മൾ കാറിൽ വെച്ചു. ഇപ്പോൾ അതേ കാർ എടുത്തു. ഇനി നമ്മൾ 2 മണിക്കൂർ 59 മിനിറ്റ് ശേഷം ഏകദേശം 7:01 ആകും നമ്മൾ ആംസ്റ്റർഡാമിൽ എത്തുന്നതാണ് അല്ലേ? 7:01 നമ്മൾ ആംസ്റ്റർഡാം എത്തും. തിരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു സ്റ്റോപ്പ് എടുത്തായിരുന്നു കേട്ടോ. നമ്മളൊരു പെട്രോൾ പമ്പിൽ കുറച്ചൊരു വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരൊറ്റ ഡ്രൈവാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മൾ 2-3 നേരം മീറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കുറച്ച് ചോറ് കഴിക്കാൻ ഒരു ആഗ്രഹം വരും കേട്ടോ. വീട്ടിൽ വന്ന ഉടനെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഇത് ഉണക്കച്ചെമ്മീൻ്റെ ഒരു തോരൻ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഐറ്റമാണ്. പിന്നെ ഇത് നാരങ്ങയും ഉള്ളിയും കൂടെ ഉടച്ചത്, നല്ല ചുട്ട മുളകൊക്കെ ഇട്ട് അടിപൊളിയാണ്. പിന്നെ ഓംലെറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ബ്രോക്കോളി തോരനാണ്. പിന്നെ വിഷ്ണുവിന് ചോറ് അത്ര ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ചുമ്മാ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തൈര് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് വിഷ്ണുവിന് ഇള്ളയിൽ വെച്ചിട്ട് ചോറിൻ്റെ ഫോം ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. ഇതും കൂടെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. ആ ട്രിപ്പ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഞാനും വിഷ്ണുവും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര റിഫ്രഷ്ഡായി തിരിച്ചെത്തിയപ്പോൾ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 2 ദിവസത്തെ ഒരു കാര്യങ്ങൾ ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗായിരുന്നു. എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.